പ്ലസ് ടു പരീക്ഷയുമായി ബന്ധപ്പെട്ട് സേ പരീക്ഷ അതേപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പരീക്ഷാഫലം ഈ ആഴ്ച തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് ഏറ്റവും അവസാനമായിട്ട് കിട്ടിയ അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ സേ പരീക്ഷ റിസൾട്ട് മനസ്സിലാക്കുവാനും അതേപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷ എഴുതി പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, പല വിദ്യാർത്ഥികളും സേ പരീക്ഷ എഴുതിയിട്ട് ഡിഗ്രി പോലുള്ള പല കോഴ്സുകളോടും അഡ്മിഷൻ കാത്തിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ലേറ്റ് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എന്തായാലും ഈ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള ഡേറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒഫീഷ്യലായിട്ടുള്ള ഹയർ സെക്കൻഡറി എക്സാം റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള താഴെ കൊടുത്ത ആ ലിങ്കിലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി അതോടൊപ്പം തന്നെ സേ പരീക്ഷ എഴുതിയിട്ട് ഇനി അഥവാ വിദ്യാർത്ഥികൾ, കാരണം എല്ലാ വിദ്യാർത്ഥികൾക്കും സേ പരീക്ഷയും അതേപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും നല്ല ഒരു റിസൾട്ട് തന്നെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇനി അഥവാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സേ പരീക്ഷ ഇനിയും ക്വാളിഫൈഡ് ആവാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് NIOS പോലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ജസ്റ്റ് 6 മന്ത് കൊണ്ട് നിങ്ങൾക്ക് എഴുതിയിട്ട് നിങ്ങൾക്ക് പ്ലസ് ടു കറക്റ്റ് തുല്യതാ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് സേ പരീക്ഷ ക്വാളിഫൈഡ് ആവാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ താഴെ കൊടുത്ത പേഴ്സണൽ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് NIOS പ്ലസ് ടു നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓൺലൈനായിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷാ കാര്യങ്ങൾ, ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ കാത്തിരുന്ന സേ പരീക്ഷ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉടൻ തന്നെ വരുന്നതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ വിജയാശംസകളും അഡ്വാൻസ് ആയിട്ട് നേരുകയാണ്.